സോ ഹായ് ഗൈസ്, ഇനി നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് ഫൈൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സും കൂടി ഗോ ത്രൂ ചെയ്യാം. സോ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് 3 മെയിൻ കാറ്റഗറീസ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. സോ ഫസ്റ്റ് വന്നിട്ട് നമ്മളിത് ഗോ ത്രൂ ചെയ്തിരുന്നായിരുന്നു 3 മെയിൻ കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട്. സോ ഫസ്റ്റത്തെ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു, എന്ന് വെച്ചാൽ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് വരും. പിന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്, ലൈക്ക് ഈക്വൽ ടു, പിന്നെ പ്ലസ് ഈക്വൽ ടു നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ മൈനസ് ഈക്വൽ ടു നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ലോജിക്കൽ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ബേസിക്കലി ലോജിക്കൽ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നു ട്രിപ്പിൾ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, സോ ആൻഡ് ഓപ്പറേറ്റർ, ഓർ ഓപ്പറേറ്റർ, ഇതൊക്കെ നമുക്ക് ലോജിക്കൽ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ഇതൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്പേഴ്സിനെ വർക്ക് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. പക്ഷേ പ്ലസ് എന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റർ നമ്മൾ സ്ട്രിംഗ് കോൺകാറ്റിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്ട്രിംഗ് അഡീഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ബേസിക്കലി ഈ ട്രൂ ആൻഡ് ഫോൾസ് വാല്യൂസ് നമ്മൾ മോസ്റ്റ്ലി എവിടെ വെച്ചാൽ കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നതും നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ, സോ ഓപ്പറേറ്റേഴ്സ് എല്ലാം സെയിം മോഡലിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യണമെന്നില്ല. അത് ഡിസൈഡ് ചെയ്യേണ്ട ജാവാസ്ക്രിപ്റ്റിൽ ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്നൊരു പരിപാടിയുണ്ട്. സോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് സിമ്പിളാണ്. ആ പ്രസിഡൻസ് മനസ്സിലാക്കാനായിട്ട് MDN സെർച്ച് ചെയ്താൽ മതി. ഓപ്പറേറ്റർ പ്രസിഡൻസ് ഇൻ MDM എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടേബിൾ ഉണ്ട്. സോ ബേസിക്കലി ആ ടേബിൾ വെച്ചിട്ട് നമുക്ക് ലിസ്റ്റ് അതിൻ്റെ പ്രയോറിറ്റി നമുക്ക് മനസ്സിലാക്കാനും പറ്റും. സോ എന്താണ് ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ മാത്സിലെ റൂൾസ് തന്നെയാണ് ഒരുവിധം ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ നമ്മുടെ കേസിൽ 2 + 3 ഓക്കെ ഇൻറ്റു 5 ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 17 കിട്ടും. കാരണം എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ചെയ്യും, പിന്നെയാണ് നമുക്ക് അഡീഷൻ ചെയ്യുന്നത്. സോ ബ്രാക്കറ്റ്സ് അല്ലെങ്കിൽ പാരാന്തസിസ് യൂസ് ചെയ്താൽ പ്രസിഡൻസിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് മാത്തമാറ്റിക്സ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് അഡീഷൻ ഫസ്റ്റ് പെർഫോം ചെയ്യണമെങ്കിൽ ഞാനിവിടെ പാരാന്തസിസ് കൊടുക്കുക, 2 + 3 പാരാന്തസിസ് കൊടുക്കുക, എന്നിട്ട് 5 കൊടുത്താൽ വാല്യൂ മാറി. ഇവിടെ 15 എഴുതും, 15 + 2 17 വന്നു. ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5 വരും, 5 × 5 25. അതുകൊണ്ടാണ് ഇവിടെ 25 വരാൻ കാരണം. ഓക്കെ, പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഇഫ് കോമ്പിനേഷനിൽ നമ്മുടെ ആൻഡും ഓറും ഓപ്പറേറ്റർ ഉണ്ടെന്ന് വിചാരിക്കും ഇഫ് കോമ്പിനേഷനിൽ. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A ആൻഡ് B ഓർ C ഞാനിങ്ങനെ എഴുതുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ മനസ്സിലാക്കിയാൽ മതി. സോ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ ആദ്യം ആൻഡ് ആണ് ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ ഓർ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അത് പലർക്കും ഇനീഷ്യലി കൺഫ്യൂസിങ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ ആൻഡ് ആയിരിക്കും ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വെച്ചിട്ട് സീനായിട്ട് ഓവർ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുകയാണെങ്കിൽ 5 > 2 എഴുതി ആൻഡ് 3 > 6 എഴുതി. ഓക്കെ, ഇത് ട്രൂ ആണ്. എന്നിട്ട് ഓർ ഞാനൊരു 10 > 20 എഴുതി. ഓക്കെ, സോ നമുക്കിവിടെ മനസ്സിലായി ട്രൂ വന്നു. ഇവിടെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇത് ഫസ്റ്റ് ആൻഡ് ആണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. എന്നിട്ട് അതുകൊണ്ട് ഇവിടെ ആൻഡ് ബ്ലോക്ക് ആദ്യം ചെക്ക് ചെയ്യും, കാരണം ആൻഡിനാണ് ഹയർ പ്രസിഡൻസ് ഉള്ളത്. സോ അതുകൊണ്ട് ഇതാദ്യം ചെക്ക് ചെയ്യും, എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ട് ഓർ വെച്ച് ചെക്ക് ചെയ്യും. സോ ഇത് ട്രൂ ആണ്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വരുമ്പോൾ ഓർ കണ്ടീഷൻ ആയതുകൊണ്ട് ട്രൂ എടുക്കുന്നുള്ളൂ. ഇതാണ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കിയ പ്രസിഡൻസ് ടേബിൾ ഉണ്ട്. ഇത് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് പ്രയോറിറ്റി വരുന്നത് എന്നുള്ളതൊക്കെ. ഇതെല്ലാം കാണാണ്ട് പഠിക്കണമെന്നില്ല. സോ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ കുറേ പഠിച്ചോളും. സോ മോസ്റ്റ്ലി നമ്മൾ പാരാന്തസിസ് ഓർത്ത് വയ്ക്കുക. സോ പാരാന്തസിസ് ആണ് പ്രയോറിറ്റി കൂടുതൽ, ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ. നിങ്ങളുടെ കണ്ടീഷൻസിലൊക്കെ മോസ്റ്റ്ലി പാരാന്തസിസ് വെച്ചിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ജാവാസ്ക്രിപ്റ്റിൽ ഇഫ് കണ്ടീഷൻ നമ്മൾ എഴുതിയിരുന്നു എന്ന് വെച്ചാൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ് ഉള്ളത്. ഇനി നമ്മൾ വെച്ചാൽ ട്രൂത്തി അല്ലെങ്കിൽ ഫോൾസ് വാല്യൂസും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും. സോ മീനിങ് എന്ന് പറഞ്ഞാൽ വാല്യൂ ബൂളിയൻ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് അത് ബൂളിയനായി തന്നെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 0 empty string, null, undefined and name ഇവയെല്ലാം ബേസിക്കലി ഫോൾസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിൽ. ഓക്കെ, സോ നമുക്ക് ഓക്കെ, സോ 0 ഇത് empty string, പിന്നെ നള്ള്, അൺഡിഫൈൻഡ് ആൻഡ് നെയിം, ബേസിക്കലി ഇതെല്ലാം എന്താ പറയുക ഫോൾസ് ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ട്രീറ്റ് ചെയ്യുക. ട്രൂത്തി എന്ന് പറഞ്ഞാൽ എനി നോൺ സീറോ നമ്പർ അല്ലെങ്കിൽ നോൺ എംപ്റ്റി സ്ട്രിങ് അല്ലെങ്കിൽ എന്താ പറയുക ഒബ്ജക്റ്റ്, എംപ്റ്റി ഒബ്ജക്റ്റ് ആണെങ്കിലും എംപ്റ്റി അറേ ആണെങ്കിലും ഇവയെല്ലാം ട്രൂ ആയി തന്നെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ
നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. അവിടെ നമുക്ക് കോൺസ്റ്റ് നെയിം നമ്മുടെ കയ്യിൽ ഉണ്ട് ഓൾറെഡി, ടെസ്റ്റ് നെയിം ടെസ്റ്റ് ഉണ്ട് ഇപ്പോൾ. ഓക്കെ, നമുക്കിങ്ങനെ എഴുതാം, ഇഫ് നെയിം അലർട്ട് നെയിം. ഓക്കെ, സോ ഇത് നെയിം ട്രൂ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു എഴുതി, എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നെയിം ടെസ്റ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിം വേരിയബിൾ ഒരു നോൺ എംപ്റ്റി സ്ട്രിങ് ആണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിട്ടുണ്ട് നെയിമിൽ. സോ അത് നോൺ എംപ്റ്റി സ്ട്രിങ് ആണ്. സോ അത് ഇഫിൽ എന്ന് വെച്ചാൽ അത് ട്രൂ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടീഷൻ വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എഴുതുകയാണെങ്കിൽ നമ്മൾ എഴുതാണ് നെയിം ഞാൻ എംപ്റ്റി സ്ട്രിങ് ആക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇഫ് എഴുതിയ കണ്ടീഷൻ എഴുതാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവില്ല. കാരണം എന്ന് വെച്ചാൽ നെയിം എംപ്റ്റി സ്ട്രിങ് ആയതുകൊണ്ട് ഇത് ഫോൾസ് ആവും. ഓക്കെ, എംപ്റ്റി സ്ട്രിങ് അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്താണ്. എംപ്റ്റി സ്ട്രിങ് ആയതുകൊണ്ട് അത് ഫോൾസ് ആയിട്ട് മാറും. സോ കണ്ടീഷൻ സ്കിപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി എന്ന് വെച്ചാൽ നമ്മുടെ കാൽക്കുലേറ്ററിൽ ബേസിക്കലി നമ്മൾ 0 എൻ്റർ ചെയ്താൽ, ഇവിടെ 0 എൻ്റർ ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുന്നത് ഇല്ലീഗലായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ അഡീഷൻ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്നത് പോയിൻറ്റ്ലെസ് ആണ് 0 വെച്ചിട്ട്. സോ കണ്ടീഷനിൽ നമ്മൾ 0 ചെക്ക് ചെയ്യാൻ സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടീഷനിൽ പോയിട്ട് ഇവിടെ നമ്മുടെ കയ്യിൽ എൻ്റേഡ് ഇൻപുട്ട് ഉണ്ട് അല്ലേ. എന്നിട്ട് ഞാനിവിടെ നമുക്ക് എഴുതാം ഗെറ്റ് വാല്യൂ. ഇത് എൻ്റർ ഇൻപുട്ട് ഉണ്ട്. സോ നമ്മൾ പറഞ്ഞു നമ്മൾ ഇഫ് ഇവിടെ എഴുതുന്ന എൻ്റർ നമ്പർ ബേസിക്കലി 0 ആണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കോഡിൽ പോയിട്ട് ഇവിടെ ഗെറ്റ് നമ്പർ കിട്ടുന്നുണ്ട്, റിസൾട്ടും കിട്ടുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ എഴുതാണ് ഇഫ് നോട്ട് എൻ്റർ ഇൻപുട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞു ഞാനവിടെ എഴുതി. ഓക്കെ, സോ ഇത് ഫോൾസ് ആണെങ്കിൽ എന്താ, നോട്ട് ഫോൾസ് എന്ന് പറയുമ്പോൾ ട്രൂ ആവും. ഓക്കെ, സോ ഇവിടെ കാരണം എന്ന് വെച്ചാൽ നമ്പർ 0 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ഫോൾസ് ആവും, ഈ കണ്ടീഷൻ ഫോൾസ് ആവും. സോ ഫോൾസ് നോട്ട് ഫോൾസ് എന്ന് പറയുമ്പോൾ ട്രൂ ആയി മാറും. സോ അതിനാണ് ഞാനിവിടെ നോട്ട് ഇനീഷ്യലി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ യൂസർ എൻ്റർ ചെയ്യുന്നെങ്കിൽ 0 ആണെങ്കിൽ ഫംഗ്ഷൻ നേരിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം വർക്കാവുണ്ടോ നോക്കാം. ഒന്ന് റീലോഡ് ചെയ്യാം. 1 പ്ലസ് ഓക്കെ, ഇത് സേവ് ചെയ്യും. ഒന്ന് റീലോഡ് ചെയ്യാം. 4 പ്ലസ് മൈനസ് 4 പ്ലസ് ഇൻറ്റു 4. ഓക്കെ, ഞാനിവിടെ 0 എഴുതി. 0 ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, കാരണം അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഫ്ലോ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ എഴുതി കണ്ടീഷൻ ഇഫ് 0 കൊടുക്കുകയാണെങ്കിൽ ഫോൾസ് ആണ്. സോ നോട്ട് ഫോൾസ് ട്രൂ ആയി മാറും. അവിടെ വെച്ച് ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇപ്പോൾ കാൽക്കുലേറ്ററിന് എക്സ്പ്ലനേഷനിൽ ബേസിക്കലി എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒപ്റ്റിമൈസ് ചെയ്ത കാൽക്കുലേറ്റർ കോഡിൽ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചിരുന്നു. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്ന ടൈമിൽ ചെക്ക് ചെയ്യും, ഇവിടെ കാൽക്കുലേഷൻ റിസൾട്ട് ചെക്ക് ചെയ്യും. അതിൽ നമ്മൾ 0 ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഫാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, ബേസിക്കലി ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 0/0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്യൂ വരും, എറർ വരും. പിന്നെ ആഡീഷൻ സബ്സ്ട്രാക്ഷൻ 0 വെച്ചിട്ട് വെറുതെ കാര്യമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്
ഞാൻ ആ 0 ഒമിറ്റ് ചെയ്ത് കളയുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക്. സോ ഇതാണ് ഓപ്പറേറ്റർ പ്രസിഡൻസും ട്രൂത്ത് അല്ലെങ്കിൽ ഫോൾസ് വാല്യൂസും പിന്നെ ആൻഡ് ഓർ കോമ്പിനേഷൻസ് എല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മുടെ കാൽക്കുലേറ്റർ ലോജിക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങളെല്ലാം ഇത് മനസ്സിലാക്കുക. ലൈക്ക് ഓപ്പറേറ്റർ പ്രസിഡൻസ് ആ ടേബിൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഗോ ത്രൂ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഈ ഫോൾസ് ലൈക്ക് നോട്ട് ഫോൾസ് നോട്ട് ട്രൂ എന്നുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും, നമ്മുടെ റിയൽ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു കൺസെപ്റ്റും കൂടി നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.